തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്നുള്ളതാണ് ദുഃഖകരമായ വാർത്ത ഈ രാവിലെ നൽകാനുള്ളത്. നമുക്ക് അതടക്കമുള്ള തലക്കെട്ടുകളിലേക്ക് കടക്കാം. തണ്ണീർക്കൊമ്പൻ ബന്ദിപ്പൂരിൽ ചെരിഞ്ഞത് കർണാടകത്തിന് കൈമാറുന്നതിന് മുൻപ് കർണാടക കേരള വനവകുപ്പുകൾ സംയുക്തമായി പോസ്റ്റ്മോർട്ടം നടത്തും. മരണകാരണം പരിശോധിക്കുന്നതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് വനം. അത്യന്തം സങ്കടമുണ്ടാക്കുന്നൊരു കാര്യമാണ്, വലിയൊരു ആഘാതമാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേൽപ്പിച്ചിട്ടുള്ളത്. വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള വിദഗ്ധ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സമിതി അടിയന്തരമായും രൂപീകരിച്ച് അവരും ഈ കാര്യം വിശദമായി പരിശോധിക്കും. ഇത് രണ്ടും ലഭിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായോ എന്ന് നമുക്ക് നിഗമനത്തിലെത്തിച്ചേരാൻ കഴിയും. ഞാൻ ഇപ്പോൾ BJP മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. BJP നേതാവ് പറയുന്നത് PC പറയും പത്തനംതിട്ട നിൽക്കാൻ പറയും, പോയി നിൽക്കേണ്ട, കോട്ടയത്ത് പോകുമ്പോൾ കോട്ടയത്ത് പോകും. പത്തനംതിട്ടയിൽ ആവശ്യപ്പെട്ടാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് PC ജോർജ്. BJP പ്രവേശനത്തിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിനന്ദിച്ചു. മുസ്ലിങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചില കള്ളന്മാരെ പറ്റി താൻ പറയുന്നത് മുസ്ലിം വിരോധമല്ലെന്നും PC. ആരും പറയുന്നില്ല അതിനകത്ത് മുസ്ലിം വിരോധമാണ്. ഇവിടെ എത്രയോ മുസ്ലിങ്ങൾ എൻ്റെ ഇവിടെ ഇരിക്കുന്നു. ആദ്യം ഞാൻ മാറ്റിക്കോളാം, ധൈര്യമായിട്ട് മാറിയിട്ടുണ്ട്, ഇനിയും മാറ്റിക്കോളാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതു സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം പകുതിയോടെ. 10-ാം തീയതി മുതൽ CPM CPI നേതൃയോഗങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ്. മഹാജനസഭ നാളെ മുതൽ. ഇറാഖിലും സിറിയയിലും ആക്രമണം നടത്തിയ അമേരിക്കൻ സൈന്യം. വ്യോമാക്രമണം നടത്തിയത് 85ഓളം കേന്ദ്രങ്ങളിൽ. വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്ന് സൂചന നൽകിയ അമേരിക്ക. അമേരിക്കൻ പൗരനെ ആക്രമിച്ചാൽ പ്രതികരിക്കുമെന്ന് ജോ ബൈഡൻ. മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. ബന്ദിപ്പൂരിലെ ആന ക്യാമ്പിൽ വെച്ചാണ് ആന ചരിഞ്ഞത്. കർണാടക സർക്കാർ ഔദ്യോഗികമായാണ് കേരളത്തെ ഈ വിവരം അറിയിച്ചതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ആന ചരിഞ്ഞത് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപാണ്. ആനയുടെ പോസ്റ്റ്മോർട്ടം സംയുക്തമായി ഇന്ന് നടത്തും. മരണകാരണം പരിശോധിക്കുന്നതിനായി കേരളം 5-അംഗ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും AK ശശീന്ദ്രൻ അറിയിച്ചു. തണ്ണീർക്കൊമ്പൻ ദൗത്യത്തിൽ വിജയകരമായ ഒരു പരിസമാപ്തിയാണ് ഉണ്ടായിരുന്നത്. അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് എല്ലാവരും നടത്തിയത്. പക്ഷെ ഇന്ന് രാവിലെ തികച്ചും വ്യത്യസ്തമായ ഒരു വിപരീത വാർത്തയാണ് നമുക്ക് ലഭിച്ചത്. ഈ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയത്. അത് അത്യന്തം സങ്കടമുണ്ടാക്കുന്നൊരു കാര്യമാണ്, വലിയൊരു ആഘാതമാണ് അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേൽപ്പിച്ചിട്ടുള്ളത്. ബന്ദിപ്പൂരിൽ എത്തിയതിന് ശേഷമാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വിദഗ്ധ പരിശോധന പൂർത്തിയാക്കി ഉൾവനത്തിലേക്ക് അയക്കാമെന്ന ധാരണയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ആ പരിശോധനയ്ക്ക് കാത്തു നിൽക്കാതെ ആന ഈ ലോകത്തോട് യാത്ര പറയുകയാണ് ഉണ്ടായത്. തുടർന്ന് മരണകാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണമെങ്കിലും എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് ഏറ്റവും ശരിയായ നിയമപരമായ വഴി. ആ പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് മുറക്ക് മാത്രമേ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, യഥാർത്ഥ മരണകാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കാൻ ഒരു 5-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന്, പിന്നെ NGOയുടെ ഭാഗത്തു നിന്ന്, ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങി വിവിധ മേഖല, പിന്നെ നിയമവിദഗ്ധൻ, വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള വിദഗ്ധ അംഗങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സമിതി അടിയന്തരമായും രൂപീകരിച്ച് അവരും ഈ കാര്യം വിശദമായി പരിശോധിക്കും.
ഇത് രണ്ടും ലഭിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായോ എന്ന് നമുക്ക് നിഗമനത്തിലെത്തിച്ചേരാൻ കഴിയും. ഇതുവരെയുള്ളത് വെച്ച് എല്ലാം സുതാര്യമായാണ് കേരള വനംവകുപ്പ് നിർവഹിച്ചിട്ടുള്ളത്. കാരണം രാവിലെ മാനന്തവാടിയിൽ 7:30 മണിയോടുകൂടിയാണ് എത്തിയത് മുതൽ തുടർന്ന് നടന്ന അതിനെ മയക്കുവെടി വെച്ച് പിടിച്ച് ലോറിയിൽ കയറ്റുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് സുതാര്യമായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതിനൊരു അവസരം ഉണ്ടായിരുന്നു. സാധാരണ അങ്ങനെ അവസരം ഉണ്ടാകാറില്ല. ഇത് മയക്കുവെടി കൊണ്ട സ്ഥലം ഉൾപ്പെടെ കൃത്യമായി വെടിവെക്കുന്നത് ഉൾപ്പെടെ അതെവിടെ ചെന്ന് കൊള്ളുന്നു എന്നത് ഉൾപ്പെടെ കാണിക്കാൻ പറ്റിയ വിധത്തിലുള്ള സുതാര്യമായ നടപടികളായിരുന്നു ഇന്നലെ രാത്രി വരെ സ്വീകരിച്ചിരുന്നത്. ആ സുതാര്യമായ നടപടികൾ തന്നെ തുടർന്നുള്ള കാര്യത്തിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. രണ്ട് ഗവൺമെൻറ്റുകളും ആ നിലയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എസ് അനീഷ് കുമാർ ആണ് ഈ അഭിമുഖം മന്ത്രിയുമായി സംസാരിച്ചത്. അനീഷ് തന്നെ ചേരുന്നുണ്ട്. അനീഷ്, എന്താണ് മരണകാരണമെന്നുള്ളത് അത് നമുക്ക് ഏതാണ്ട് വ്യക്തമാണ്. കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആനയ്ക്ക്. നമ്മൾ ഈ കൈമാറുന്നതിന് മുൻപ് തന്നെ ചരിഞ്ഞു. 20 ദിവസം കൊണ്ട് 2 തവണയാണ് മയക്കുവെടി ഏറ്റത് ഈ തണ്ണീർക്കൊമ്പന്. ഇതൊക്കെ അതിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാക്കി. കൂടുതൽ കുങ്കിയാനകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും വിശദമായ അന്വേഷണം വേണം. അതിനുള്ള തയ്യാറെടുപ്പിലാണോ 2 സംസ്ഥാനങ്ങളും? തീർച്ചയായും കേരളം അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം തന്നെ നടത്തുമെന്ന് മന്ത്രി ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. മുൻകാലങ്ങളിൽ നമുക്കറിയാം, അടുത്ത കാലത്ത് 2-3 തവണ ഇത്തരത്തിൽ കൊമ്പനാനകളെ, കാട്ടാനകളെ വെടിവെച്ച് പിടികൂടി കാട്ടിലേക്ക് അയക്കുന്ന ദൗത്യം വളരെ വിജയകരമായി കേരളം പൂർത്തിയാക്കിയതാണ്. അതിൽ എവിടെയാണ് പിഴവ് വന്നിരിക്കുന്നത്? ഇത്തരത്തിലൊരു പിഴവ് ഇതാദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഏത് ഭാഗത്തു നിന്നാണ് വീഴ്ച വന്നിരിക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിക്കും എന്ന് തന്നെ വ്യക്തമാക്കുന്നു. വിദഗ്ധരായ വെറ്റിനറി സർജനും ഫ്ലൈയിങ് സ്ക്വാഡിന്റെ ആളുകളും നിയമ എൻജിഒകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു 5-അംഗ സമിതിയെ ഉടൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി നിയോഗിക്കും എന്ന് വനമന്ത്രി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടൻ ആ സമിതി രൂപീകരിക്കും എന്നും അറിയുന്നു. എന്തായാലും ഇന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ബന്ദിപ്പൂരിൽ നടക്കും. മുതിർന്ന വെറ്റിനറി സർജന്മാരുടെ സാന്നിധ്യത്തിലാവും ഈ പോസ്റ്റ്മോർട്ടം നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ ആനയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് ആന പെട്ടെന്ന് ചെരിയാനുണ്ടായ കാരണം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം ഉണ്ടാവും. വളരെ ദാരുണമായ അല്ലെങ്കിൽ സങ്കടകരമായ വസ്തുത എന്നാണ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, ഈ കോടതികളുടെ ഭാഗത്തു നിന്നും ഈ പരിസ്ഥിതി സംഘടനകളുടെ ഭാഗത്തു നിന്നും ആനപ്രേമികളുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയരും. ഇക്കാര്യത്തിൽ വളരെ നിയമപരമായ നൂലാമാലകളും ഒരുപക്ഷെ കേരള വനംവകുപ്പിനെ തേടി ഇരിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരിക്കൊമ്പന്റെ വിഷയത്തിലടക്കം നിരന്തരം ഹൈക്കോടതികളിൽ ഹർജികൾ സമർപ്പിക്കപ്പെടുന്നു. സുപ്രീം കോടതിയിൽ പോലും അരിക്കൊമ്പന് വേണ്ടി ഹർജികൾ നടത്തിയ നാടാണ്. അതുകൊണ്ട് തീർച്ചയായും കണ്ണീർ കൊമ്പനായി ഇപ്പോൾ മാറിയ തണ്ണീർക്കൊമ്പന് വേണ്ടിയും ആളുകൾ രംഗത്തെത്താൻ സാധ്യതയുണ്ട്. ഒരു വലിയ നിയമ നടപടികളിലേക്കൊക്കെ നീങ്ങും. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ആദ്യഘട്ട നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ ചെയ്യും എന്ന് ഇതിനകം തന്നെ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആന ഒരു മാനന്തവാടി പട്ടണത്തിൽ എത്തുമ്പോഴേക്കും തന്നെ അവശനായിരുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാനന്തവാടിയിൽ എത്തി പലയിടങ്ങളിലായി രാവിലെ കറങ്ങി നടന്നെങ്കിലും പിന്നീട് ആ വാഴത്തോപ്പിൽ എത്തിയ ശേഷം പിന്നീട് വാഴത്തോപ്പിൽ നിന്നും കാര്യമായ ഒരു ചലനം ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഒരു വട്ടം കുന്നിൻ ചെരുവിലേക്കൊന്ന് ഓടിക്കയറിയ ശേഷം വീണ്ടും വാഴത്തോപ്പിലേക്ക് തന്നെ തിരിച്ചു കയറുകയായിരുന്നു. അതിൽ നിന്ന് തന്നെ അങ്ങേയറ്റം പ്രകോപനകാരിയായി ഹസനിലെ കൃഷിയിടങ്ങളിലും മറ്റുമൊക്കെ നാശം വിതച്ച തണ്ണീർ കൊമ്പൻ എന്നാൽ കേരളത്തിലെത്തിയ ശേഷം, പ്രത്യേകിച്ച് മാനന്തവാടി പട്ടണത്തിൽ എത്തിയ ശേഷം ഒരു പ്രകോപനവും ഉണ്ടായില്ല. ഒരു ആളുടെ നേരെയും തിരിഞ്ഞില്ല, അല്ലെങ്കിൽ വസ്തുവകൾക്ക് വലിയ ഒരു നാശനഷ്ടം വരുത്തിയില്ല. വാഴത്തോപ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടത്തിനിടയിൽ കുറച്ച് വാഴകൾ പോയി ഒഴിവാക്കിയാൽ മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാകില്ല. വലിയ ജനക്കൂട്ടമാണ് 4 പാടും ഈ ആനയെ കാണാനും ആനയുടെ ദൗത്യം കാണാനും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അവർക്കെതിരെ പോലും ഒരു ഘട്ടത്തിലും ചിഹ്നം വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയോ ഒന്നും ചെയ്തിരുന്നുമില്ല. ഈ ആന തോട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു അതിന്റെ ശരീരത്തിൽ ഒരു ഭാഗത്ത് നീര് പോലെ വേർത്ത് നിൽക്കുന്നത് കാണാമായിരുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും പരുക്കുകൾ ഈ ആനയെ കാട്ടിലേക്ക് അയച്ച ശേഷം എന്തെങ്കിലും പരുക്കുകൾ പറ്റിയതാണ്, അല്ലെങ്കിൽ അവിടെ നിന്നും 200 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് നമ്മുടെ മാനന്തവാടി പട്ടണത്തിലേക്ക് എത്തിയത്. ആ സമയത്ത് എന്തെങ്കിലും പരുക്ക് പറ്റി. ഇനിയും ആദ്യത്തെ ദൗത്യത്തിൽ ഉണ്ടായ എന്തെങ്കിലും പരുക്കുകൾ പിന്നീട് വഷളാവുകയും അത് ആനയുടെ ജീവിതത്തിന്റെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്തു എന്ന് നമുക്ക് അറിയില്ല. പിന്നീടാണ് ആദ്യത്തെ ഓപ്പറേഷന് ശേഷം വീണ്ടും രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യുന്നു. 2 മയക്കുവെടി അതിന്റെ ശരീരത്തിൽ പതിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി അശ്വിൻ വടകര നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം വന്യജീവി ഗവേഷകൻ കൂടിയാണ്. ശ്രീ അശ്വിൻ, വലിയ നമുക്ക് ദുഃഖകരമായൊരു സംഭവമാണ്. അതിന് നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആനയുടെ ആരോഗ്യനില നേരത്തെ തന്നെ വഷളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 20 ദിവസത്തെ
2 തവണയാണ് മയക്കുവടി ഏറ്റത്. എവിടെയാണ് നമ്മുടെ സംവിധാനങ്ങൾക്ക് പിഴച്ചത്? അതെ അവിടെ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രാവശ്യം നമ്മൾ ക്യാപ്ചർ ചെയ്യപ്പെട്ട ഒരു എലിഫന്റിനെ നമ്മൾ കൃത്യമായ നിരീക്ഷണമൊക്കെ നടത്തിയിട്ടാണ് അതിനെ ഒന്നുകിൽ കുങ്കിയായി മാറ്റുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് അതിനെ റിലീസ് ചെയ്യുന്നത്. പലപ്പോഴും കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ ഈ അടിയന്തര ജനപ്രതിഷേധങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുകയും പിന്നീട് അതിനെ ഇറ്റലിക്ക് ധരിപ്പിച്ച് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക. അപ്പൊ സംഭവിക്കുന്നത് ഈ ഒരു കാട്ടിൽ നിന്ന് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന് അവിടെ ഇര തേടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അതിന് ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും പരിശോധിക്കപ്പെടാതെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതിനെ മയക്കുവെടി വെക്കുകയും അതിന് വേറൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യുകയും ചെയ്തതായിരിക്കും ഒരുപക്ഷെ കർണാടകത്തിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന് ആന്തരികമായ ഒരു തകരാറുകൾ മുൻപേ ഉണ്ടായിരിക്കണം ചിലപ്പോൾ ഒരുപക്ഷെ. അപ്പൊ അല്ലാതെ ഒരു മയക്കുവെടി വെച്ചത് കൊണ്ട് മാത്രം അതിന്റെ ജീവന് ഭീഷണിയായി എന്ന് പറയാൻ പറ്റില്ല. കാരണം കൃത്യമായ ഈ മയക്കുവെടി വെക്കുന്നത് വനം വകുപ്പ് ഡോക്ടർ തന്നെയാണ്, അല്ലാതെ ഒരു വനം വകുപ്പ് ജീവനക്കാരല്ല. കൃത്യമായ ഡോസ് നിശ്ചയിച്ച് ഏകദേശം അതിന്റെ ഭാരവും പ്രായവും കണക്കാക്കിയതിനു ശേഷമാണ് ആനക്ക് മയക്കുവെടി വെക്കുന്നത്. അപ്പൊ അതില് അത് ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി സ്നേഹികൾ വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഈ വനം വകുപ്പാണെങ്കിലും വന്യജീവി ആളുകളാണെങ്കിലും ഒക്കെ ഇടപെടുന്നത്. കാരണം എന്തും അവിടെ വിമർശന വിധേയമാണ്. അതെ, അതാണ് ഒരു പരിമിതി. കാരണം ഈ ജനങ്ങളുടെ ഒരു സുരക്ഷിതത്വം പ്രധാനമാണ് അവിടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്താലേ പറ്റൂ. മറ്റൊന്ന് നോക്കി നിൽക്കാൻ ഈ മൃഗസ്നേഹമൊക്കെ മാറ്റി നിർത്തേണ്ടി വരും. അതെ, കാരണം അരിക്കൊമ്പൻ വിഷയത്തിലും നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ്. കാരണം വൈകാരികതയല്ല അവിടെ വിഷയം, വിവേകമാണ്. കാരണം വൈകാരികമായിട്ട് അരിക്കൊമ്പൻ അതിന്റെ ഭാര്യ, കുട്ടികൾ, അമ്മ എന്നൊക്കെ കഥ പറഞ്ഞ് ഒരുപാട് സ്റ്റോറികൾ ചെയ്ത് നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷെ അതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുമെന്ന്. പക്ഷെ അതിപ്പോ അവിടെ ഈ വന്യജീവികൾക്കുള്ള സ്വഭാവം നമ്മളെ വളർത്തു ജീവികളുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണത്. അത് ഇപ്പൊ ഈ തണ്ണീർക്കൊമ്പന്റെ വിഷയം തന്നെ നമ്മൾ ഇപ്പൊ മാനന്തവാടി, അതായത് ഈ സാധനം പുറത്തോട്ട് റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടപ്പോ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിക്കോ ഒരു വ്യക്തിക്കോ ഒരു അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ആളുകൾ വളഞ്ഞു കെട്ടിയിടും, അതിലൊരു സംശയമില്ല. അപ്പൊ അത്തരം അവസരങ്ങളിൽ ഈ ചില ദൗർഭാഗ്യവശാൽ ആ ആന ചെരിഞ്ഞത് ഒരു ദൗർഭാഗ്യകരമായ എന്താ പറയാ വിഷമകരമായ കാര്യം തന്നെയാണ്. പക്ഷെ അതിന് ഇങ്ങനെ ഒരു വശം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം മയക്കുവെടി അതിന്റെ ഒരു മരണത്തിന് കാരണം എന്നുള്ളത് വനം വകുപ്പിന്റെ ചുമതലയിലേക്ക് മാത്രം, അല്ലെങ്കിൽ കേരള വനം വകുപ്പിന്റെ ചുമതലയിലേക്ക് മാത്രം വെക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ കർണാടകത്തിൽ പിടിച്ചതും മയക്കുവെടി വെച്ച് 2 കുങ്കിയാനകളുടെ സഹായത്താലാണ്. പലപ്പോഴും അർദ്ധ അബോധാവസ്ഥയിലിരിക്കുന്ന മയക്കുവെടി വെച്ച ആനയാണെങ്കിൽ പോലും അത് ചില അവസരങ്ങളിൽ അക്രമാസക്താവും. അപ്പൊ സ്വാഭാവികമായിട്ടും കുങ്കിയാനകളും ആ രീതിയിൽ തന്നെ പ്രതികരിക്കും. അങ്ങനെ അവിടെ സംഭവിച്ചതാണോ എന്തെങ്കിലും ഇന്ത്യയിൽ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലാണ് അതിന്റെ ഒരു വ്യക്തത ഒരിക്കലും പറയാൻ പറ്റും. അല്ലാതെ ഒരു കാര്യം നടന്നുകൊണ്ട് മാത്രം അതിനെ ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് മാറ്റിയിട്ട് ഒരിക്കലും അതിലേക്ക് ഒരു ഡിസിഷനിലേക്ക് എത്താനും പറ്റില്ല. അതായത് നമ്മുടെ ഈ വനം വകുപ്പും നമ്മുടെ സർക്കാരും ഒക്കെ ഈ ആശയക്കുഴപ്പത്തിലാണ് പലപ്പോഴും. ഈ വന്യജീവി ആക്രമണം അല്ലെങ്കിൽ നഗരങ്ങളിലേക്ക് ഇറങ്ങുന്നതൊക്കെ പതിവാകുന്നൊരു സാഹചര്യം ഒരുങ്ങുന്നു. അതിന് ശാശ്വതമായ പരിഹാരം നേടാൻ സാധിക്കുന്നില്ല. ജനങ്ങളുടെ വലിയ പരാതികൾക്ക് പരിഹാരം കാണണം. അങ്ങനെ പരിഹാരമില്ലാത്ത ഒരു വിഷയമായി മാറുകയാണിത്. അല്ല, പരിഹാരമില്ലാത്ത വിഷയമായി മാറുവാൻ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് വൈകാരികത മാറ്റി നിർത്തി വിവേകപരമായി വന്യജീവി വിഷയത്തെ കൈകാര്യം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഒരു പരിധി കൂടുതൽ ഒരു വന്യജീവികൾ വന്നു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ പറ്റില്ല. കാരണം മനുഷ്യന്റെ കാര്യമാണെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരിധി കൂടുതൽ ജനസംഖ്യ വന്നാൽ അവിടുത്തെ പരിസ്ഥിതിക്ക് താങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വന്യജീവികളും. ഒരു പരിധി കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്യപ്പെട്ട് തന്നെ വേണം, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തി തന്നെ വേണം. കാരണം പലപ്പോഴും ഈ എന്താ പറയാ ഫ്ലാറ്റുകളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം, കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു ജീവി അതിനെ കൃത്യമായി റീപ്ലേസ് ചെയ്തില്ല എങ്കിൽ അത് ജീവനോടെ നിലനിൽക്കില്ല. കാരണം സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതികരിക്കും. അതിനെ നമുക്കൊരിക്കലും, കാരണം വർഷങ്ങളോളം എന്താ പറയാ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു തെങ്ങോ അല്ലെങ്കിൽ അവരെ കൃഷിയിടമോ നശിപ്പിക്കുന്ന ഒരു അവസരത്തിൽ അവർക്ക് ആ കൃഷിയെക്കാളും വലിയ വന്യജീവി സ്നേഹം ഉണ്ടാവുന്നൊന്നും ഒരു മനുഷ്യനും വിചാരിക്കരുത്. ആ സമയത്ത് അതിനെ റീലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുങ്കിയാക്കുക എന്ന് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി ഉണ്ടാവുക. അപ്പൊ അതിനെതിരെ കേസിന് പോവുക, ഓൾറെഡി പിടിച്ചിരിക്കുന്ന ആനയെ റിലീസ് ചെയ്യാൻ വേണ്ടി കേസ് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയൊരു ജനവിഭാഗം വയനാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഈ വന്യജീവികൾ വലിയ ഭീഷണിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരം എന്താണെങ്കിലും
അത് കൃത്യമായി പഠന വിധേയമാക്കിയിട്ട് തന്നെ ചെയ്യണം. അല്ലാതെ ഒരു കടുവ ഇറങ്ങുമ്പോൾ ആന ഇറങ്ങുമ്പോൾ മതിൽ കെട്ടണമെന്നും കടുവ ഇറങ്ങിക്കഴിഞ്ഞാൽ വെടിവെച്ച് കൊള്ളണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശാശ്വതമായ പരിഹാരമല്ല. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ ഏതൊരു വിദേശ രാജ്യമാണെങ്കിൽ പോലും അവിടെ ഒരു പരിധിക്കപ്പുറത്തോട്ട് പോപ്പുലേഷൻ കൂടിയാൽ കള്ളിങ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാരുകൾ പോവാറുണ്ട്. പക്ഷെ ഇവിടെ അത്തരം അവസ്ഥയിൽ ഒരു റീലൊക്കേഷൻ എങ്കിലും നമ്മൾ ചെയ്താൽ മാത്രമേ, കാരണം വയനാട് വന്യജീവി സങ്കേതത്തിലെ കടുവകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച കടുവകളുമായി ബന്ധപ്പെട്ട തിയറി മുഴുവൻ മാറ്റി എഴുതേണ്ടി വരും. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വൈകാരികമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വിവേകപരമായി ചിന്തിച്ചിട്ട് ഇനി അതിനെ റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ മാത്രമാണ് വയനാട്ടിലെ വന്യജീവി ഈ ആക്രമണങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെ കൃത്യമായ പഠനം നടത്തി മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ്. അശ്വിൻ വടകരയാണ്, വന്യജീവി ഗവേഷകനാണ്. ഈ വിഷയത്തിൽ ആധികാരികമായി തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവച്ചത്. ഇതാണ്, നമുക്ക് ദുഃഖകരമായ വാർത്തയാണ്. പക്ഷേ അപ്പോഴും വനംവകുപ്പ് അനുഭവിക്കുന്നൊരു പ്രശ്നം ഇതാണ്. ജനങ്ങളുടെ സുരക്ഷിതത്വം പ്രധാനമാണ്. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണം. പലവിധ കാരണങ്ങളുണ്ട് അതിന്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. ഏതായാലും ഇതൊരു ദുഃഖകരമായ വാർത്ത തന്നെയായി മാറുന്നു. തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ളത് ഇന്ന് രാവിലെയാണ് വിവരം പങ്കുവെക്കപ്പെടുന്നത്. ബന്ദിപ്പൂരിൽ കർണാടക വനംവകുപ്പിന് കൈമാറിയെന്നായിരുന്നു നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ കൈമാറുന്നതിന് മുൻപ് തന്നെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടാവുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഈ പരിപാടി തണ്ണീർക്കൊമ്പൻ എന്ന് പേരിട്ട് വിളിച്ച കർണാടക വനംവകുപ്പ് പിടികൂടി കാട്ടിൽ വിട്ട ആന ഇന്നലെയാണ് മാനന്തവാടി ടൗണിൽ ഇറങ്ങിയത്. ഇന്നലെ രാവിലെ മുതൽ മാനന്തവാടി ടൗണിൽ ഭീതിജനകമായ സാഹചര്യമായിരുന്നു. ആളുകളൊക്കെ വീടിന് പുറത്തിറങ്ങാതെ നിൽക്കുന്ന സാഹചര്യം, സ്കൂളിൽ പോയ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ പാടുപെടുന്ന സാഹചര്യം. അങ്ങനെ നിരവധി സംഭവവികാസങ്ങൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ളതാണ്. അനീഷ്, ഇതിൻ്റെ കാര്യകാരണങ്ങൾ വ്യക്തമാകാനുണ്ട്. ഏതായാലും അന്വേഷണം സമഗ്രമായി തന്നെ നടക്കേണ്ടി വരും. ഈ കുറ്റപ്പെടുത്തലുകളും വനവകുപ്പ് കേൾക്കേണ്ടി വരും. പക്ഷേ അതിനൊക്കെ അപ്പുറം ജനങ്ങളുടെ സുരക്ഷിതത്വം എന്ന പ്രാഥമികമായ കാര്യത്തിന് നേരത്തെ വന്യജീവി ഗവേഷകൻ പറഞ്ഞ പോലെ അതിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഒപ്പം ഈ മൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള വരവിന് പരിഹാരം കാണേണ്ടതുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം തന്നെ വേണം. അതിനൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലെങ്കിലും ദീർഘവീക്ഷണത്തോടെയുള്ള ഇത്തരം നടപടികളിലേക്ക് വനംവകുപ്പും മറ്റും കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, ആനപ്രേമികളുടെ വൈകാരിക പ്രതികരണങ്ങൾക്കപ്പുറം ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന് രഞ്ജിത്ത് സൂചിപ്പിച്ചത് തന്നെ, ഒരു ജനവാസ കേന്ദ്രത്തിൽ, സ്കൂളും കോളേജും ആശുപത്രികളും ഒക്കെയുള്ള ഒരു ജനവാസ കേന്ദ്രത്തിലേക്ക്, ഒരു പട്ടണത്തിലേക്ക് ആന ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന തലവേദനകൾ, അത് ജനങ്ങളെ ആക്രമിക്കുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഈ തണ്ണീർക്കൊമ്പൻ അങ്ങേയറ്റം പ്രകോപനമില്ലാതെയാണ് പെരുമാറിയത്. കാരണം അത് പലയിടങ്ങളിൽ പോയെങ്കിലും അവിടെയെങ്കിലും ആളുകൾക്ക് പ്രകോപനം വിളിക്കുകയോ അല്ലെങ്കിൽ ആളുകളെ ഒരു ചിഹ്നം വിളിച്ചു പോലും പേടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. അതിൽ നിന്ന് തന്നെ ആന ഏതാണ്ടൊരു അവശനായിരുന്നു. കാരണം ഹസനിൽ വലിയ രൗദ്രഭാവത്തിൽ വിളയാടിയ ആനയാണ്. പക്ഷേ ഇവിടെ അങ്ങേയറ്റം ശാന്തനായി നിന്നിരുന്നു. അതിൽ നിന്ന് തന്നെ ആനയ്ക്ക് എന്തൊക്കെയോ പരിക്കുകളുണ്ട് അല്ലെങ്കിൽ ആനയ്ക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് എന്നൊരു നിഗമനം ആദ്യഘട്ടത്തിൽ വനംവകുപ്പിനുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് അസുഖമുള്ള ആനയാണെങ്കിൽ അസുഖത്തിന് ചികിത്സ നൽകണമെങ്കിൽ പോലും മയക്കുവെടി വെച്ച് പിടികൂടി അതിൻ്റെ അസുഖം കണ്ടെത്തുക അല്ലെങ്കിൽ അതിൻ്റെ അനാരോഗ്യത്തിൻ്റെ കാര്യം കണ്ടെത്തുക, അതിനുള്ള മരുന്ന് നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് ആനയുടെ ആരോഗ്യത്തിനും നല്ലത് ഈ മയക്കുമരുന്ന് വെച്ച് പിടികൂടി പരിശോധനകൾ നടത്തി കൊണ്ടുപോകുക എന്നതാണ്. ഒപ്പം ജനങ്ങളുടെ സുരക്ഷിതത്വവും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഇത് ചെയ്തത്. മന്ത്രിയോട് നമ്മൾ ചോദിച്ചു, ഈ പകൽ വെളിച്ചത്തിൽ എന്തുകൊണ്ട് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ദൗത്യം എന്തുകൊണ്ട് ഇരുട്ടിലേക്ക് നീങ്ങി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും ഇതാണ്. കാരണം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഒരു ആനയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ വരേണ്ട കടലാസുകൾ വരിക, അതിൻ്റെ പോകേണ്ട ഇടങ്ങളിലേക്ക് പോവുക, കിട്ടേണ്ട ഇടങ്ങളിൽ നിന്നും അനുമതി ലഭിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ മാത്രമേ വെടിവെക്കുക
വെടിവെക്കുക എന്നൊരു കൃത്യത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിലേക്ക് ദൗത്യം നീങ്ങിയത്. ഈ ഒരു സാഹചര്യത്തിൽ ആനയ്ക്ക് ഈ ദൗത്യത്തിനിടെയാണോ പരിക്ക് പറ്റിയത്, അതോ നേരത്തെ ഉണ്ടായിരുന്ന അനാരോഗ്യം കൂടുതൽ വഷളായി ആന മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കും എന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്നും പലയിടങ്ങളിലും എതിർപ്പുകൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് അതിനെ വെടിവെച്ച് പിടികൂടുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നൊരു നിലപാടൊന്നും കേരളത്തിൽ നമ്മൾ ഒരിക്കലും സ്വീകരിക്കാറില്ല. അതും ഈ അരിക്കൊമ്പനെ പോലും മയക്കുവെടി വെക്കുന്നതിന് എത്ര നാളത്തെ ആലോചനകളും എത്ര നാളത്തെ നിയമ നടപടിക്രമങ്ങളും എത്ര നാളത്തെ കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. സ്വന്തമായി ഒരു കേസ് പോലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ ദിവസങ്ങളോളം നടത്തുന്ന കൊമ്പന്മാർ, അവർക്ക് വേണ്ടി കേസ് നടത്താൻ ആളുകളുള്ള ഒരു നാടാണ്. അതുകൊണ്ട് ഈ പ്രൊസീജിയറുകളിൽ നടപടിക്രമങ്ങളിൽ എവിടെയെങ്കിലും ഒരു പിഴവ് വന്നാൽ അത് പിന്നീട് വലിയ തലവേദനയായി മാറുമെന്ന് സർക്കാരിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയാണ് കൃത്യമായി ഈ മയക്കുവെടി വെച്ചത്. കൃത്യമായ ഡോസ് തന്നെയാണ് നൽകിയതെന്നുമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും. 2 സർക്കാരുകളും 2 വനംവകുപ്പ് സംഘങ്ങളും സംയുക്തമായുള്ള അന്വേഷണം നടത്തും. മരണകാരണം വ്യക്തമാകേണ്ടതുണ്ട്. ഇനി അതിനുള്ള സമയം കൂടിയാണ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വേർത്ത്